ഞാനൊരു വചനം വായിച്ചോട്ടെ. ഹല്ലേലൂയ. എഫേസ്യർ 4-ാം അധ്യായം ഹല്ലേലൂയ 8-ാമത്തെ വാക്യം. എഫേസ്യർ 4:8. അതുകൊണ്ട് അവൻ പെത്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. 9. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ അപ്പത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവ് വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. ദേശീയ കേരളത്തിന് തന്ന വാഗ്ദത്ത വചനപ്രകാരം വചനം പറയുമ്പോൾ വികാരദൂതന്മാർ വചനവുമായി നമ്മുടെ അർത്ഥങ്ങളോളം കടന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇല്ലായിരിക്കുന്ന അവസരങ്ങളിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുത്തെ വചന ശുശ്രൂഷയുടെ ആരാധനയോട് ഉയർപ്പിനോട് കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ രക്ഷ തന്ന കൈകളോട് പോരാടുന്ന അന്ധകാര ശക്തിയിലേക്ക് ഗണത്തിലേക്ക് അവിടുത്തെ അഗ്നി ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ. ഞാനിപ്പോൾ വായിച്ച വചനം എല്ലാവർക്കും അറിയാവുന്ന വചനമാകുന്നു. ഹല്ലേലൂയ. എഫേസ്യർ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ പെത്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നില്ലയോ? ആമേൻ. ഹല്ലേലൂയ. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും അർത്ഥമില്ലയോ? യേശുവേ, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി നന്ദി പറയാകുന്നു. കാരണം യേശുവേ, ഹല്ലേലൂയ, സീയോൻ പുത്രി എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാകുന്നു ഞാൻ എന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ഇരുളായിരുന്ന അവസ്ഥകളിലേക്ക് ഒരു വെളിച്ചമായി കഴിഞ്ഞ പ്രാവശ്യത്തെ അന്യഭാഷയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പാട്ടായി പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ ബന്ധനം അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, ചങ്ങല പൊട്ടുന്നു, വെളിച്ചം വീശുന്നു. ഹല്ലേലൂയ. യേശുവേ, ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നടന്നത് എപ്പോഴാകുന്നു? ആ വെളിച്ചം വീശിയപ്പോഴാകുന്നു. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് സീയോൻ പുത്രി എന്ന വ്യക്തിയിലൂടെ ആകുന്നു ആ ഷവർ എന്നിലേക്ക് കടന്നു വന്നത്. ആമേൻ. ഹല്ലേലൂയ. അതിനൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുവെങ്കിൽ ഹല്ലേലൂയ മമ്മയുടെ ഒരു ചിരിയിലൂടെ എൻ്റെ അനേകം ഇരുളുകളെ കർത്താവ് എടുത്ത് മാറ്റി. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. എന്ത് ചെയ്യും? ആമേൻ. ഹല്ലേലൂയ. ഒന്നും അറിയാതിരുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ മമ്മി എന്നെ നോക്കി ചിരിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ, ഹല്ലേലൂയ ഞാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഭയങ്കര റിലീഫ് തോന്നി. ആ പരിശുദ്ധാത്മ ശക്തി ആമേൻ, ഹല്ലേലൂയ ആ വ്യക്തിയിലൂടെ ഒന്ന് കടന്നു വന്ന് അന്ന് എന്നെ ഒന്ന് ടച്ച് ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ഈ 2023 ഡിസംബറിൽ എൻ്റെ ദൈവം എന്നെ ഇവിടെ നിർത്തിവെക്കി. അത് ഈ മമ്മ മുഖാന്തരം മാത്രമാകുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. യേശുവേ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു സ്വപ്നമായിരുന്നു. ആമേൻ. ഈ ബൈബിള് ഈ ഒരു ആലയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ കുഞ്ഞതൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാനൊരു വലിയൊരു ബോട്ടംലെസ് പിറ്റിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെയാകുന്നു ഞാൻ സ്വപ്നത്തിൽ നിന്നൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ടിരുന്നത്. ഇന്ന് ഈ വെളിച്ചം ലഭിച്ചപ്പോൾ ആമേൻ, ഹല്ലേലൂയ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ എൻ്റെ ഭവനത്തിൽ എന്നോട് പോരാടിയിരുന്ന ഹല്ലേലൂയ അനേകം പാരമ്പര്യ കെട്ടുകൾ അതാകുന്നു ഇരുളുകൾ ഹല്ലേലൂയ എൻ്റെ നന്മയോട് ജീവനോട് ഹല്ലേലൂയ ആ പോരാടിയിരുന്ന അനേകം ഇരുളുകൾ ആയിരുന്നു എന്നും ഹല്ലേലൂയ ആ ഇരുട്ടിനെ മാറ്റുന്ന ഒരു ശുശ്രൂഷയാകുന്നു ആമേൻ കർത്താവ് ഈ വചനത്തിലൂടെ തരുന്നത് എന്നുള്ള ഒരു ഗുളിക. ആമേൻ, ഹല്ലേലൂയ സീയോൻ പുത്രിയിലൂടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും തന്നു. ഹല്ലേലൂയ. പക്ഷെ വെളിച്ചം കർത്താവ് എന്നിലേക്ക് അടിച്ച് യേശുവേ, ഹല്ലേലൂയ അന്ന് സീയോൻ പുത്രി ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ എൻ്റെ വീട്ടിൽ കടന്നു വന്ന് അന്ന് വീട്ടിലെ പപ്പ ഹല്ലേലൂയ മരിച്ചപ്പോൾ അന്ന് ആ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ടോയ്ലറ്റിന്റെ അവിടെ ആ തറയിൽ ഇരുന്ന ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആമേൻ, ഹല്ലേലൂയ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹല്ലേലൂയ ആകുന്നു അല്ലേ ഹല്ലേലൂയ. പക്ഷെ അതൊന്നും നോക്കാതെ ആ തറയിൽ ഇരുന്ന് അന്ന് ആരാകുന്നു അമ്മയോട് അത് പറഞ്ഞത്? നീ ഇവിടെ ഇരിക്കുക, പ്രാർത്ഥിക്കുക. കാരണം ആ ഭവനത്തിൽ അവിടെ പറന്നു നടക്കുന്ന അടുത്തയാളെ വിഴുങ്ങാൻ നോക്കുന്ന ആ ഇരുളിനെ ഒരു സ്കാനിങ് റിപ്പോർട്ടിലൂടെ അമ്മയ്ക്ക് അവിടെ കർത്താവ് അവിടെ കാണിച്ചു കൊടുത്ത് ഹല്ലേലൂയ ആ മുടിപ്പാൻ വരുന്ന അറുപ്പാൻ വരുന്ന കള്ളനെ ഹല്ലേലൂയ പിടിച്ചു കെട്ടുവാൻ തക്കോണം സീയോൻ പുത്രിയെ കർത്താവ് അന്ന് ഉപയോഗിച്ച് ഹല്ലേലൂയ അങ്ങനെ 3 പേരെ കർത്താവ് ഇതിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ അന്നെല്ലാം നടത്തിയത് യേശുവേ, ഹല്ലേലൂയ ഇന്നിപ്പോ ഹല്ലേലൂയ ഇങ്ങാപ്പുഴ എന്ന ബ്രാഞ്ച് മാനേജറായിട്ട് എനിക്ക് കർത്താവ് ജോലി തന്നു. ഹല്ലേലൂയ യേശുവേ, ദിസ് ഈസ് മൈ ഫസ്റ്റ് അസൈൻമെന്റ് ഹല്ലേലൂയ ബ്രാഞ്ച് മാനേജറായിട്ട്. പക്ഷേ കർത്താവ് അവിടെ എല്ലാം നടത്തുന്ന വിധം ആമേൻ, ഹല്ലേലൂയ യേശുവേ അവിടെ എല്ലാം ഹല്ലേലൂയ ആ മമ്മയെന്ന് ഒഴുകുന്ന ആത്മാവ് കടന്നു വന്ന് തന്നെ എത്ര വലിയ തടസ്സമാണെങ്കിലും പ്രശ്നമാണെങ്കിലും കുറച്ചുകൂടി പറഞ്ഞ പോലെ നമ്മുടെ ലോർഡ് സ്ത്രീനെ എസ്റ്റാർ എക്സലന്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ശൂന്യതയിൽ നിന്ന് കർത്താവ് പണിതെടുത്ത് യേശുവേ, ഹല്ലേലൂയ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ യേശുവേ അതിനൊക്കെ ഞാൻ അമ്മയോട് പറയായിരുന്നു ഈ ഒരു 1.5 വർഷമായി അവിടെ ബ്രാഞ്ച് മാനേജറായിട്ട്. പക്ഷേ ഹല്ലേലൂയ ഒരു 6 or 7 ട്രോഫി ആകുന്നു അവിടെ കർത്താവ് ആ സമയത്തിൽ എനിക്ക് കർത്താവ് തന്നത്. ഹല്ലേലൂയ യേശുവേ അത് ആരാകുന്നു
എന്താകുന്നു തന്നത്? ഹല്ലേലൂയ. ഈ സർവശക്തനായ ദൈവം അല്ലെ, അതെന്താകുന്നു? ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കേണ്ടതാകുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ, ആ വെളിച്ചം അടിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു ലൈറ്റായിട്ട്, ഒരു ടോർച്ചായിട്ട് കർത്താവ് സിയോൻ പുത്രിയെ ഉപയോഗിച്ചു. ആ ബാറ്ററി ആയിട്ട് ആരാ കടന്നു വന്നത്? ആ പരിശുദ്ധാത്മ ശക്തി അല്ലെ. ഹല്ലേലൂയ. അത് 2 ദിവസം കഴിഞ്ഞ് ഓഫായി പോകുന്ന ഒരു ടോർച്ച് അല്ലായിരുന്നു, അത് അനുനിമിഷം ഹല്ലേലൂയ അത് ചാർജ് ചെയ്ത് ഹല്ലേലൂയ അനേകം ഇരുളിൽ കിടക്കുന്ന മക്കളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ മമ്മയെ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഇതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഈ വെളിച്ചം അടിച്ചതിന് ശേഷമോ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്താകുന്നു എന്നും അല്ലെ. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ വചനം പറയുന്ന പോലെ തന്നെ അല്ലെ. ഹല്ലേലൂയ. ഞാൻ പലരിലേക്കും എന്റെ കൈ നീട്ടി അല്ലെ. ഹല്ലേലൂയ. I have shown my hand to everyone, but some people become stubborn അല്ലെ. ഹല്ലേലൂയ. rebellious ഹല്ലേലൂയ. വല്ലാതെ കഠിനമായി പോയി. പക്ഷേ കർത്താവ് എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. I have shown myself to people, those who are not asking me അല്ലെ. ഹല്ലേലൂയ. എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല, വിചാരിച്ചതല്ല. മൈ ലൈഫ് വാസ് നോട്ട് ലൈക്ക് ദിസ്. ഹല്ലേലൂയ. ഇങ്ങനെ അല്ലായിരുന്നു എന്റെ ജീവിതം. പക്ഷേ ആ ഒരു വെളിച്ചം എന്നിലേക്ക് അടിച്ച് ആമേൻ ഹല്ലേലൂയ സിയോൻ പുത്രിയിലൂടെ കർത്താവ് വീട്ടിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ. അന്ന് ഇരുളായിരുന്നു. പപ്പ അന്ന് മരിച്ചൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഐ വാസ് ക്രൈയിങ്. റൂമിൽ ഫ്രണ്ട് റൂമിൽ ഇരുന്ന് കരയുമായിരുന്നു. പക്ഷേ മമ്മ അവിടെ പ്രാർത്ഥിച്ച് യേശുവേ ഹല്ലേലൂയ. അന്ന് എനിക്ക് PG ഹല്ലേലൂയ ഗ്രാജുവേഷൻ ഫിഷറീസ് കോളേജിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒരു തെറ്റ് വന്ന് കിടക്കുന്നു. അവർ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോകണം. അന്ന് ഈ സമയങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയമാണ്. പക്ഷെ മമ്മ എന്നെ അന്ന് വിളിച്ചു. കർത്താവ് പറയുന്നു, കുഞ്ഞിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. മമ്മ എനിക്കൊന്ന് പ്രാർത്ഥിച്ചു തന്നു. അന്ന് മണ്ണുത്തിയിലാണ് യൂണിവേഴ്സിറ്റി, പിന്നെ ഏക്കർ കണക്കിന് അതിൻ്റെ അകത്താകുന്നു. മമ്മ എനിക്ക് പ്രാർത്ഥിച്ചു തന്നു, ദൈവമേ ദൂതന്മാർ മുന്നമേ കടന്നെന്ന് വഴിയൊരുക്കണമെന്ന്. അന്ന് വലിയൊരു അത്ഭുതം നടന്നു. ഹല്ലേലൂയ. എനിക്ക് മുൻപേ പോയ മക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാൾ സല്യൂട്ട് അടിച്ച് ആമേൻ ദൂതനെ മുന്നമേ അയക്കുന്നു പറഞ്ഞ പോലെ തന്നെ ചാൻസലറിന്റെ റൂമിലേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകാൻ തൊക്കണം ഒരു വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ച്. കുറച്ചുമ്പോൾ നമ്മുടെ ഹണി പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവ് ഒരു വ്യക്തിയെ ഉപയോഗിച്ച് എനിക്ക് വേഗം തന്നെ ആ സർട്ടിഫിക്കറ്റിന്റെ ആമേൻ ആ പ്രോബ്ലം എല്ലാം മാറ്റി അത് കറക്റ്റ് ചെയ്ത് തന്നു എന്നുള്ളത് തന്നെയാകുന്നു. ഹല്ലേലൂയ. ഓരോന്നും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഹല്ലേലൂയ എത്രയോ വലിയ അത്ഭുതമാവുന്നു കർത്താവ് അവിടെ നടത്തിയത്. ഹല്ലേലൂയ. നമ്മുടെ ലോർഡ് സ്ട്രിങ്ങിന് കർത്താവ് വിടുതൽ കൊടുത്ത് കുറച്ചു മുമ്പ് ഷൈനോയോ ഹല്ലേലൂയ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. യേശുവേ മനുഷ്യന്റെ ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഈ ആചാരങ്ങൾ, ഈ അനുഷ്ഠാനങ്ങൾ അയ്യേ ആമേൻ ഹല്ലേലൂയ ഞാനും ആമേൻ യേശുവേ ഹല്ലേലൂയ ശുശ്രൂഷയൊക്കെ കണ്ടിട്ടെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു ഹല്ലേലൂയ ആമേൻ ഇട്ടേച്ച് പോകേണ്ടതായിരുന്നു. പക്ഷേ മമ്മ എന്ത് ചെയ്തു? വേഗം തന്നെ ആ വണ്ടി മുന്നോട്ടെടുത്തു. ആമേൻ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ ഒന്ന് കടന്നു പോയെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിന്റെ ബന്ധനം അഴിയുള്ളൂ എന്ന് പറഞ്ഞു മുന്നോട്ടെടുത്ത് ഹല്ലേലൂയ ആ പിന്നിലേർന്ന് ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഹല്ലേലൂയ ആ മുന്നോട്ടെടുത്താവുന്ന നമ്മുടെ റിങ്ങിൽ ഇത്രയും ബന്ധനം അഴിഞ്ഞ് ഹല്ലേലൂയ കുഞ്ഞിന് കർത്താവ് ഇത്രത്തോളം സൗഖ്യം കൊടുത്തത്. അന്ന് അവൻ ആ എയർപോർട്ടിൽ വെച്ച് അവൻ ചാടി. അന്ന് ആമേൻ ഹല്ലേലൂയ തിരികെ നാട്ടിൽ അമ്മ സൗഖ്യം കിട്ടി. അവൻ പോകാൻ നേരത്തെ അവൻ ചാടി നിന്ന് എല്ലാവർക്കും ഒരു ടാറ്റ പറയുന്ന ഒരു സീൻ ഇപ്പോഴും എൻ്റെ അമ്മയെ ഹല്ലേലൂയ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ദൈവം അന്ന് അവനെ പണിതെടുത്തത്. അവൻ അന്ന് അവൻ ഒരു തുറന്ന ഒരു യേശുവേ വാക്ക് പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ഇന്ന് ആ സദൃശ്യവാക്യങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് അമ്മേൻ ഹല്ലേലൂയ അവനോട് വായിച്ചത് അല്ലേ. ഹല്ലേലൂയ. അവിടെ സ്പോർട്സിലും അക്കാഡമിക്കിലും എല്ലാം അമ്മേൻ ഹല്ലേലൂയ അവൻ ഫസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞത് എന്താകുന്നു? ഹല്ലേലൂയ അവൻ ഇന്ന് ആ ഇരുളിനെ കർത്താവ് ഒന്ന് എടുത്ത് മാറ്റി അല്ലേ. ഹല്ലേലൂയ ആ ബന്ധനത്തെ ഒന്ന് അഴിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആ മഴ ഈ പൈപ്പിലൂടെ ഒന്ന് പെയ്യുവാൻ തക്കവണ്ണം സിയോൻ പുത്രിയെ കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാകുന്നു. ഹല്ലേലൂയ. ഈ റൂള് ഈ അമ്മ ഇതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആചാരമുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു അനുഷ്ഠാനമുണ്ടോ? ലോർഡ്സ് വൈൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോർഡ്സ് വൈൻ എടുക്കാൻ പാടില്ല ബിക്കോസ് ഓഫ് ദാറ്റ് ബ്ലഡ് റിലേഷൻ. ആമേൻ ഹല്ലേലൂയ. യേശുവേ എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഇത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അതൊന്ന് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദൂതുണ്ടോ? ഇതെന്താ ദൈവം സ്നേഹമല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കാമായിരുന്നു. പക്ഷേ സിയോൻ പുത്രി ഒന്ന് മുന്നോട്ടെടുത്തപ്പോൾ എന്താകുന്നു? ഹല്ലേലൂയ അവൾക്ക് അനേക കെട്ടുകളൊന്ന് കർത്താവ് അടിച്ചു മാറ്റിയത്. ഹല്ലേലൂയ അത് എനിക്കും അവൾക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാകുന്നു നമ്മുടെ ദൈവം നമ്മളോട് ദൂത് പറയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ മറിഞ്ഞിരിക്കുന്ന ഇരുളുകളെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ആര് ആ
ഭവനത്തിൽ ഒന്ന് നിൽക്കുന്നുവോ, അല്ലെ ഹാലലിയ, കർത്താവ് എന്താകുന്നു അവിടെ വിടുതൽ അവിടെ തരികയാണോ ചെയ്യുന്നത്, അല്ലെ ഹാലലിയ. ജീവൻപുത്രിക്ക് ജീവിതത്തിൽ ഈ ഒരു കാര്യം കടന്നു വന്നപ്പോൾ ഹാലലിയ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണോ കർത്താവെ തന്നെന്നുള്ളതല്ല ഹാലലിയ, എന്റെ കുറവ് എവിടെയാകുന്നു എന്ന് പറഞ്ഞ് മമ്മ എന്നുള്ള ആ ആത്മമണ്ഡലം ഒന്ന് മുന്നോട്ട് എടുത്തപ്പോൾ ഹാലലിയ, ജെസിഎംടി ആലയത്തെയും കർത്താവ് ഒന്ന് മുന്നോട്ട് എടുക്കുവാൻ തക്കവണ്ണം ഒരുക്കി എന്നുള്ളത് തന്നെയാകുന്നു, അല്ലെ ഹാലലിയ. ആ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിൽ പറയുന്ന പ്രകാരം ഹാലലിയ, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത്, അല്ലെ ഹാലലിയ. പക്ഷെ പ്രാകൃത മനുഷ്യൻ ഒന്നും മനസ്സിലാകുന്നില്ല, അവനൊന്നും ഗ്രഹിക്കുവാൻ കൂട്ടാക്കുന്നില്ല, അല്ലെ ഹാലലിയ. പക്ഷെ കർത്താവ് എന്താകുന്നു ഹാലലിയ, എന്നെ വിടുവിച്ച വിധം, അല്ലെ ഹാലലിയ, ജെസിഎംടി ആലയത്തെ കർത്താവ് വിടുവിച്ച വിധം, അല്ലെ ഹാലലിയ. ആ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി അല്ലയോ എന്ന് കർത്താവ് നമ്മളോട് കുറിച്ച് പറഞ്ഞുവെങ്കിൽ, അല്ലെ ഹാലലിയ, ആ വചനം നമ്മളിലേക്ക് കർത്താവ് തന്നപ്പോൾ എന്നെ കാണിച്ചു തന്നതാകുന്നു യേശുവേ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കനല്, ആമേൻ ഹാലലിയ, അത് മുക്കാലും കത്തി കരിഞ്ഞു പോയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതിൽ നിന്ന് ഒരു കഷ്ണം, അതായത് എന്നെ കർത്താവ് വലിച്ചെടുത്ത് യേശുവേ ഹാലലിയ, ജെസിഎംടി ആലയത്തെ കർത്താവ് വലിച്ചെടുത്ത്, അല്ലെ ഹാലലിയ, ഓരോ ഭവനത്തെയും കർത്താവ് വലിച്ചെടുത്ത് തന്നെ. കുറച്ചു മുമ്പ് ജോബങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ആലയത്തിന് എനിക്ക് കിട്ടിയത്, എനിക്കാവുന്നു ഏറ്റവും കൂടുതൽ നന്മ കിട്ടിയത് എന്ന് പറഞ്ഞുവെങ്കിൽ, അല്ലെ ഹാലലിയ, അന്ന് അപകടം, ആക്സിഡന്റ്, അല്ലെ ഹാലലിയ, ആ മരത്തിലേക്ക് മുട്ടി യേശുവേ അന്ന് അതൊന്ന് കഠിനമായി പോയിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഹാലലിയ. പക്ഷെ എന്ത് ചെയ്തു? അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ ആത്മമണ്ഡലത്തിൽ ദുഷ്ടരിട്ടിരുന്ന ഓരോ രേഖയും ഹാലലിയ ഒന്ന് മാറ്റുവാൻ തക്കവണ്ണം ഒരു ശക്തനായ ഒരു കൈ അവിടെ കടന്നു വന്നു. അത് ആരാകുന്നു? സർവശക്തനായ ദൈവത്തിന്റെ കൈ തന്നെയാകുന്നു. ഇന്ന വണ്ണം എഴുതുക എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവും അമ്മയും ഒന്ന് ഉപയോഗിച്ച് ഹാലലിയ നമ്മുടെ അനേക കെട്ടുകളെ കർത്താവിന് അഴിച്ച് ഹാലലിയ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നു. ഹാലലിയ നമ്മുടെ ലോർഡ് സ്ട്രിംഗ് ആമേൻ ഹാലലിയ. അവൻ ഇന്ന് സദൃശ്യവാക്യങ്ങൾ വായിച്ചപ്പോൾ ഹാലലിയ യേശുവേ ഹാലലിയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹാലലിയ. കാരണം ആമേൻ അവനെന്ന ജീസസ് എന്ന് പറഞ്ഞ ഇവിടെ ഹാലലിയ ആ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞതും ഹാലലിയ the day itself, ആമേൻ the first day itself ഹാലലിയ അവനെ സിയോനിലേക്ക് വന്ന് ചോറ് കഴിച്ചത്, അല്ലേ, അവനെന്ന ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഫസ്റ്റ് ഡേ തന്നെ അവൻ ചോറ് കഴിച്ചത്, അല്ലേ ഹാലലിയ. ഇതൊക്കെ നമ്മൾ എഴുതി നന്ദി പറയുമ്പോൾ ഹാലലിയ ആമേൻ ഹാലലിയ നമ്മളെ ദൈവം വിടുവിച്ചത്, അല്ലെ, നമുക്ക് കുറ്റം ആമേൻ നമ്മുടെ വാ ആമേൻ പെറുകുറുക്കുവാൻ പിന്നെ എഴുന്നേൽക്കുകയില്ല. ഒരു കാര്യം ഹാലലിയ നമ്മളെ വിടുവിച്ചത് ഓർത്താൽ മതിയല്ലോ. ഇന്ന് ഏഞ്ചലിന്റെ വണ്ടി ഞാൻ സിയോനിലേക്ക് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ യേശുവേ ഹാലലിയ ആ കുളമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് യേശുവേ ഹാലലിയ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ യേശു പണ്ട് ആമേൻ ആ സ്കൂട്ടർ കൈനറ്റിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഹാലലിയ ആ കരിങ്ങാച്ചലിന്റെ അവിടെ ഇതിന് ലൈറ്റ് കുറവായിരുന്നു. അവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹാലലിയ അന്ന് ഞാൻ നോക്കുമ്പോൾ ആ കുഴി വീഴുന്നതിന് മുൻപ് തന്നെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് ആ കുഴിയിലേക്ക് വന്ന് അടിച്ച് എന്നെ കർത്താവ് ആ കുഴി കാണിച്ചു. ലൈറ്റ് എങ്ങനെയാ ഈ ഇതിന്റെ പോലെ നേരെയാ പോകുന്നത്, പക്ഷെ അടുത്ത് വന്ന കുഴിയെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് അടിച്ച് തന്നെ എന്റെ ദൈവം എന്നെ കാണിച്ചത്. ആരാ ലൈറ്റ് അടിപ്പിച്ചത്? ഹാലലിയ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, ബട്ട് ദാറ്റ് വോണ്ട് ടച്ച് യു എന്ന ഒരു വചനം അവിടെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ഹാലലിയ ആ ചെടിയിലേക്ക് നോക്കിയ വിത്ത് ഇടുവാൻ തക്കവണ്ണം കർത്താവ് മമ്മയെ ഉപയോഗിച്ചെന്നുള്ളത് തന്നെയാകുന്നു. ഒരു വീട്ടമ്മയെ, അല്ലെ ഹാലലിയ ആ ചേച്ചമ്മ വർഗീസ് എന്നൊരു വീട്ടമ്മയെ കർത്താവ് പിടിച്ചെടുത്ത്. എത്രയോ വീട്ടമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെ ഹാലലിയ. പക്ഷേ കർത്താവ് മുന്നോട്ടെടുത്ത് പിറുപിറുക്കാതെ ഹാലലിയ ആ ക്രൂശ് ഒന്ന് എടുത്ത്, അല്ലെ ഹാല മുന്നോട്ടെടുത്തപ്പോൾ എന്താകുന്നു? ഇരുളിലായിരുന്ന എന്നെയും കർത്താവ് പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവിന് ആമേ മനസ്സായി എന്നുള്ളത് തന്നെയാകുന്നു ഹാലലിയ. ഇന്ന് ദൈവം എനിക്ക് തന്ന ഈ ജോലി, ഈ തന്ന ആരോഗ്യം യേശുവേ ഹാലലിയ, ഈ തന്ന സൗഖ്യങ്ങളെല്ലാം ആമേൻ ഹാലലിയ കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. ആമേൻ ഹാലലിയ ഇത്രത്തോളം യേശുവേ ഹാലലിയ നമ്മളെ ഓരോരുത്തരെയും വിടുവിച്ചത് ജെറുസലേമിലേക്ക്, അല്ലെ ഹാലലിയ കർത്താവ് കടന്നു വന്ന് ആ കുഞ്ഞുങ്ങളുടെ ജോലിയുടെ ബന്ധനം അഴിച്ചത്. അന്ന് ഓടിന്റെ സമയത്ത് അർജന്റായിട്ട് ഇവരെ വിളിപ്പിച്ച് സ്നേഹാമയെ അവിടെ ഇരുത്തി രജിസ്റ്ററിൽ പേര് എഴുതിപ്പിച്ച് അന്ന് ശേഷമാകുന്നു കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടിയത്. ആമേൻ ഹാലലിയ. അന്ന് ആ സ്നേഹത്തെ വെച്ച് കർത്താവ് കെട്ടഴിച്ചത്. ആമേൻ ഹാലലിയ. ബുദ്ധിയുടെ മണ്ഡലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഹാലലിയ അയ്യേ ഇതെന്താകുന്നു എന്നല്ലേ. പക്ഷേ അന്ന് അർജന്റായിട്ട് അങ്ങനെയല്ലയോ, അല്ലെ ഹാല വീട്ടിലിരിക്കുകയായിരുന്നു. അന്ന് ആമേ ആലയത്തിലേക്ക് വിളിച്ചു വരുത്തി ഹാലലിയ ആ പേര് എഴുതിപ്പിച്ച് തന്നെയാണ് ആ കെട്ടഴിച്ച് കുഞ്ഞുങ്ങൾക്ക് അവിടെ ജോലി കൊടുത്തത്, അല്ലെ ഹാലലിയ. ആ പിതാക്കന്മാരായിട്ട് വന്നിരിക്കുന്ന അനേക ബന്ധനങ്ങളെ കർത്താവ് ഒന്ന് എടുത്തു മാറ്റുവാൻ തക്കവണ്ണം അച്ചുരുള് കർത്താവ് ഒന്ന് തുറന്നു തന്ന്, അല്ലെ ഹാലലിയ. ഇത് വിശ്വസിക്കണമെങ്കിൽ എന്താകുന്നു? ആമേൻ ഹാലലിയ യേശുവേ കഠിന ഹൃദയം ഉണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കുവാൻ കഴിയില്ല, അല്ലെ ഹാലലിയ. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ത് എന്ന്
നമ്മൾ ഗ്രഹിക്കണമേ. ആത്മാവ് ഇറങ്ങുമ്പോൾ ഭൂൽനാമത് JCFT ഭൂൽനാമത് എന്ന് പറയുന്നത് എന്താകുന്നു? ആമേൻ. ഞാൻ എൻ്റെ അപ്പനെ ഞാൻ ചുംബിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്താ കർത്താവ് പറഞ്ഞത്? എങ്കിലും JCFTയെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നത് എന്ത് എന്ന് നീ ഓർക്കണമേ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഇത്രത്തോളം എൻ്റെ ദൈവം ഇത്രത്തോളം നമ്മുടെ JCFT മക്കളെ ഇത്രത്തോളം നടത്തിയത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ലോർഡ്സ് കിങ്ങിനെ ആമേൻ ഹല്ലേലൂയ അവൻ ആമേൻ യേശുവേ ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നു. ആമേൻ ഹല്ലേലൂയ. കുറച്ച് പണ്ട് നമ്മ കുറച്ച് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഓടുന്നെങ്കിൽ അവൻ നേരെ വന്ന് നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒരു ഓട്ടം ഓടി നമ്മളെ ഉന്തി ഇടുന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം നമ്മുടെ മക്കൾക്ക് സൗഖ്യം കൊടുത്ത് അല്ലേ ഹല്ലേലൂയ. യേശുവേ ഇത്രത്തോളം യേശുവേ നമ്മളെ ഉൾപ്പെടുത്തി ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ പണിതെടുക്കുവാൻ ആ ഇരുട്ടിൽ നിന്ന് വിടുവിക്കുവാൻ ഹല്ലേലൂയ യേശുവേ ആകുന്നു ആ വചനം നമ്മളിലേക്ക് കടന്നു തരുന്നത് അല്ലേ. അതിനെന്താകുന്നു? നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ വില്ലിങ് ഗീവ് ടാബ്ലറ്റ് അല്ലേ ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് എടുക്കാൻ പറയും, അമ്മയെ പത്യം നോക്കാൻ പറയും, ഇറച്ചി കൂട്ടരുതെന്ന് പറയും. ഇതെന്നാ ഡോക്ടറെ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഇത്രയും നാൾ ഇറച്ചി കൂട്ടിക്കൊണ്ടിരുന്ന ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഇതിങ്ങനെയായിരുന്നു ആരെങ്കിലും പറയുമോ? നോ അല്ലേ ഹല്ലേലൂയ. ആമേൻ. ഈ ഭൗതിക ഡോക്ടറെ നമ്മൾ ഇത്രത്തോളം അനുസരിക്കുന്നുവെങ്കിൽ ഈ ആത്മീയ ഡോക്ടറെ നമ്മൾ എത്രമാത്രം അനുസരിക്കണം അല്ലേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കർത്താവ് ഇന്നും ഹല്ലേലൂയ ആരാധനയിൽ ഇറങ്ങി അല്ലേ ഹല്ലേലൂയ. അനേകം മണ്ഡലങ്ങളിലൂടെ ഹല്ലേലൂയ ശിവപുത്രിക്ക് കർത്താവ് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ ആത്മാവ് കടിഞ്ഞാണിടാത്ത കുതിരയെ പോലെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് കടന്നു ചെന്ന് ഹല്ലേലൂയ ആ ബന്ധനങ്ങളെ അഴിച്ച് ഹല്ലേലൂയ ഇരുട്ടിലായിരിക്കുന്ന മക്കളെ വിടിവിപ്പാൻ തക്കമുള്ള ആത്മാവാകുന്നു ശിവപുത്രി ഞാൻ നിന്നിലേക്ക് പകർന്നിരിക്കുന്നത് എന്ന ഒരു വാഗ്ദത്തം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ശുശ്രൂഷയാകുന്നു ഈ ആരാധനയിലൂടെ കർത്താവ് നടത്തി തരുന്നത് അല്ലേ ഹല്ലേലൂയ. അനേകം ചെളികൾ, അനേകം ഇരുളുകൾ, അനേകം തീകൾ ഹല്ലേലൂയ അതിലൂടെ ഒന്ന് കടന്നു പോകുവാൻ തക്കണം അല്ലേ ഹല്ലേലൂയ. ആത്മാവ് ഒന്ന് കടന്നു പോയി ഹല്ലേലൂയ. അനേകം കഴിഞ്ഞ ആഴ്ചയിലെ കർത്താവ് പറഞ്ഞത് ആ ഭീമൻ പനി വിട്ടുപോകട്ടെ. നമുക്കറിയാം അത് കഴിഞ്ഞു വന്ന പനികൾ അല്ലേ ഹല്ലേലൂയ. അപ്പോൾ എന്താകുന്നു? മുന്നോട്ട് നോക്കി കണ്ടിട്ട് ആ മുന്നേ വരുന്ന അനേകം മരണങ്ങളെ കണ്ടിട്ട് കർത്താവ് പ്രവചിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഹല്ലേലൂയ. ഒരു നമ്മൾ വി ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ് ഹല്ലേലൂയ. നമ്മൾ ഒരു ഫീസോ നമ്മൾ അടയ്ക്കുന്നില്ല അല്ലേ ഹല്ലേലൂയ. ആ സ്കാനിംഗ് റിപ്പോർട്ട്, ആ സ്വർഗീയ സ്കാനിംഗ് റിപ്പോർട്ട് ഹല്ലേലൂയ കർത്താവ് തുറന്നു തന്നെ നമ്മുടെ മുൻപിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അല്ലേ ഹല്ലേലൂയ. എത്രയോ 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 ഹല്ലേലൂയ മരണങ്ങളിൽ നിന്ന് അനേകം ഇരുളുകളിൽ നിന്ന് എനിക്ക് ആമേൻ ഹല്ലേലൂയ എൻ്റെ ദൈവനെ വിടുവിച്ചതിന്റെ ആഴം ഇരുളായിരുന്ന കാട്ടിൽ ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ മൃഗീയമായിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ എൻ്റെ കുടുംബത്തെയും ഹല്ലേലൂയ അമ്മയിലൂടെ കർത്താവിന് പൊക്കിയെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ മനസ്സായത്. അനേക മത്സരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ ദൈവം അവിടെയും ആ കയ്യിൽ നിന്ന് മുന്നോട്ട് എടുത്ത് തന്നെ ഹല്ലേലൂയ കർത്താവിൽ നിന്ന് നിർത്തിയിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനൊക്കെ പറയുന്ന പോലെ തന്നെ ഹല്ലേലൂയ ഇതൊരു അടിമപ്പണിയല്ല. ആമേൻ അവിടെ പറയുന്നുണ്ട് ലൂക്കോസ് ആകുന്നു എൻ്റെ കൂടെ നിന്നത്. യേശുവേ മർക്കോസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആമേൻ ഹല്ലേലൂയ എൻ്റെ എഴുത്തും എൻ്റെ പുസ്തകങ്ങളൊക്കെ എടുക്കുവാൻ അവനോട് നീ സൂക്ഷിച്ചു കൊള്ളണം. അവൻ എൻ്റെ വചനത്തോട് എതിർക്കുന്ന വ്യക്തിയാകുന്നു എന്നല്ല പൗലോസ് അപ്പോസ്തലൻ ഓരോ വ്യക്തികളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. വൈ ആമേൻ ഹല്ലേലൂയ എന്തുകൊണ്ടാകുന്നു ലുദിയയുടെ പേര് വൈ ഹർ നെയിം ഹാസ് കം ഇൻ ദിസ് ബൈബിൾ ഹല്ലേലൂയ. എന്തുകൊണ്ട് ലുദിയയുടെ പേര് ഒരു സെന്റൻസ് ആണെങ്കിലും അവിടെ വന്നത്? അവിടെ ഇരിക്കുന്ന ദൈവ നിക്ഷേപം അത്രയും വലുതായിരുന്നു. ദാറ്റ് ഈസ് വൈ ആ ഒരു പേര് ഇതിന്റെ അകത്തേക്ക് വരുവാൻ ഇടയായി തീർന്നു അല്ലേ ഹല്ലേലൂയ. നമ്മളിലും ഇന്നും കർത്താവ് തന്നെയാണെന്ന് പറയുന്നത് ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ആർക്കും മനസ്സിലാകാത്ത അല്ലേ ഹല്ലേലൂയ നമുക്ക് അല്ലേ കർത്താവിന്റെ മുമ്പിൽ യെസ് ലോർഡ് ആമേൻ ഹല്ലേലൂയ. കുറച്ച് നാൾക്ക് മുമ്പ് സാർ പറഞ്ഞ പോലെ തന്നെ രാജ റെസിഡൻസിയിൽ അല്ലേ ഹല്ലേലൂയ അന്ന് സാറിന് ആ ഒരു ആമേൻ ഹല്ലേലൂയ ആ ഒരു തീരുമാനം കടന്നു വന്നപ്പോൾ യേശുവേ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് കടന്നു വന്ന് യേശുവേ ഹല്ലേലൂയ ആ ഒരു ഡിസ്കിന്റെ ആ തീരുമാനം മാറ്റി ഇന്നിവിടെ നിർത്തിയിരിക്കുന്നു അല്ലേ ഹല്ലേലൂയ. അത് എത്രയും വലിയ സാക്ഷ്യമാകുന്നു. ഇൻകം ഏർണിംഗ് മെമ്പറിനെ തന്നെയാകുന്നു കൃഷ്ണൻ അവിടെ നോട്ട് വിട്ടിരുന്നത്. അവിടെ പണ്ട് ശോഭാനിയൊക്കെ പറയുന്ന പോലെ തന്നെ കടക്കാരനായി പോകേണ്ട അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ കർത്താവ് ഇത്രത്തോളം വിടുവിച്ചിരുന്ന് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു അല്ലേ ഹല്ലേലൂയ. അമ്മാജിയോട് പുത്രഹീനിയോ വിധവയാകുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ എന്നോടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കാതെ ഹല്ലേലൂയ അതിന് മുമ്പിൽ ലെസ്ലോട് പറഞ്ഞപ്പോൾ ഇന്നിവിടെ ജീവനോടെ നിൽക്കുന്നു അല്ലേ ഹല്ലേലൂയ. ഒരു വെളിച്ചം, ഒരു ലൈറ്റ് നമ്മളിലേക്ക് കർത്താവ് അടുപ്പിച്ച് തന്നെയാവുന്നു നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് അല്ലേ ഹല്ലേലൂയ. അന്ന് ലോർഡ് സ്ട്രിങ്ങിന് ഇങ്ങനെ ഒരു കാര്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ അന്ന് വരുന്ന ദിവസം തലേന്ന് കർത്താവ് എന്നെ സ്വപ്നം കാണിച്ചത് രാജ്യഘട്ടും ഹല്ലേലൂയ നമ്മുടെ ലോർഡ് സ്ട്രിങ് ഹല്ലേലൂയ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. രാജ്യഘട്ട് അത്രയുണ്ട് നമ്മുടെ ലോർഡ് സ്ട്രിങ്. അവന് 4 വയസ്സേ ഉള്ളൂ. ഞാൻ കേൾക്കുക അവനെ ഹല്ലേലൂയ 4ാം ക്ലാസ്സിലോ അങ്ങോട്ട് ചേർക്കാൻ കൊണ്ടുവരും. ഞാൻ നോക്കുമ്പോൾ അവൻ വലിയവനാ ഹല്ലേലൂയ. ഇവനെ എന്തിനാ 4ാം ക്ലാസ്സിൽ ചേർക്കുന്നത് ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മ ശക്തി ഓരോന്നും നമ്മളെ കാണിച്ചു തന്ന് അല്ലേ ആ മുന്നമേ വരുന്ന ഓരോ ഇരുടിനെ കർത്താവ് കാണിച്ചു തന്ന് നമ്മളെ വിടുവിക്കുന്ന വിധം അല്ലേ ഹല്ലേലൂയ. ഇന്ന് അവൻ ഇത്രത്തോളം സ്മാർട്ടായി സംസാരിച്ചുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം ഇത്രത്തോളം അവനെ വിടുവിച്ചുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ദീപാരാജനെ അല്ലേ
ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയ സൗഖ്യം കൊടുത്ത് അവനെ വിടുവിച്ചത്. ആമേൻ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അവളുടെ പഠനമായിക്കോട്ടെ, ആമേൻ ഹല്ലേലൂയ. അവളെ 10ാം ക്ലാസ്സിൽ അവളെ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, അവൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച കുഞ്ഞാ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എന്തോ അവളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ബുക്ക് എടുത്തപ്പോൾ അവൾ സ്ട്രഗിൾ ചെയ്യോ ഇംഗ്ലീഷ് പറയാൻ. ഞാൻ വണ്ടടിച്ചു. ആമേൻ ഹല്ലേലൂയ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുഞ്ഞ് ആമേൻ ഹല്ലേലൂയ ഇംഗ്ലീഷ് സെന്റൻസ് പറയാൻ ഹല്ലേലൂയ അവൾ സ്ട്രഗിൾ ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എത്രയോ ഇരുളുകൾ ഇരിക്കെ തന്നെ കുഞ്ഞിനെ ഇത്രത്തോളം ദൈവം വിദ്യാഭ്യാസത്തെ കൊടുത്ത് യേശുവേ ഹല്ലേലൂയ മുന്നോട്ടെടുത്ത്. ഇന്ന് അവളോട് കർത്താവ് ആത്മാവ് ഇറങ്ങിയപ്പോൾ നിനക്ക് മനസ്സിലായോ നിന്നെ ഞാൻ പഠിപ്പിച്ച വിധം? ആമേൻ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നമ്മുടെ വിദ്യാഭ്യാസം ഞാൻ ആമേൻ ഹല്ലേലൂയ അവിടെ PGക്ക് പോകാതെ അവിടെ ഇരുന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ വിദ്യാഭ്യാസം യേശുവേ ഹല്ലേലൂയ ദുഷ്ടൻ അവിടെ മുടക്കുവാൻ നോക്കുന്നു, മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അമ്മ എന്റെ ആരുമല്ല, പക്ഷേ അമ്മ അവിടെ പ്രാർത്ഥിച്ച് മുന്നോട്ടെടുപ്പിച്ചാ ചെയ്തത്. ആമേൻ ഹല്ലേലൂയ. മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ PGയിൽ ഹല്ലേലൂയ എല്ലാവരും എന്റെ കൂടെ പഠിക്കുന്നവർ ഇംഗ്ലീഷ് പറയുന്ന മക്കളാ. ആമേൻ ഹല്ലേലൂയ. I struggled a lot during the first semester. ആമേൻ ഹല്ലേലൂയ. പ്രോജക്റ്റ് ചെയ്യാൻ, ആമേൻ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ, ആമേൻ ഹല്ലേലൂയ. ആമേൻ ഡ്യൂറിംഗ് മൈ ഗ്രാജുവേഷന്റെ സമയത്ത് ഞാൻ തലകറങ്ങി വീഴുമായിരുന്നു. ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ സൈഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ജനങ്ങളെ കാണുമ്പോൾ ഞാൻ തലകറങ്ങി വീഴും. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. വിൻസി പ്രസന്റേഷൻ തുടങ്ങിയിട്ടുണ്ട്, ആംബുലൻസ് വിളിച്ചോണാൻ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഇരുൾ എത്രമാത്രമായിരുന്നു എന്ന്. ഹല്ലേലൂയ. എന്റെ വിദ്യാഭ്യാസത്തെ, എന്റെ നന്മകളെ മുടക്കിയിരുന്ന ഹല്ലേലൂയ ആ ഇരുൾ എത്ര ഭയങ്കരമായിരുന്നു എന്ന്. പക്ഷേ മമ്മ പ്രാർത്ഥിച്ചു. ഞാൻ PGക്കായിരുന്നപ്പോ മമ്മി എന്നെ ചെയ്യും സ്നേഹാമ എന്നെ വിളിച്ചു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ പരീക്ഷയല്ലേ മമ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ കർത്താവ് ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചു. മമ്മ പ്രാർത്ഥിച്ചു തന്നു. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്തു? കർത്താവ് എനിക്ക് ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ തന്നു PGക്ക്. ആമേൻ ഹല്ലേലൂയ. അത് എത്രയോ വലിയ ഒരു മിറാക്കിളായിരുന്നു. കർത്താവ് മമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ മമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ മകൾ നിന്റെ സന്നിധിയിൽ ആ റാങ്ക് പറയാൻ വന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. അന്ന് മുതൽ ഹല്ലേലൂയ എന്റെ ഉള്ളിൽ ആമേൻ someone talk, എന്നെ അറിയുന്ന, എന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു ദൈവം അത് ആരും തേർഡ് പാർട്ടി പറഞ്ഞിട്ടല്ല, എന്റെ ജീവിതത്തിൽ കിട്ടിയ സാക്ഷ്യം ആമേൻ ഹല്ലേലൂയ ആകുന്നു. മമ്മയില് ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ കർത്താവ് ഉണ്ട് എന്ന്. അത് ആരും എന്റെ തലയിലേക്ക് ആമേൻ ഹല്ലേലൂയ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതല്ല. ഞാൻ കണ്ടത്, എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് തന്നത്, ആമേൻ ഞാൻ അനുഭവിച്ചറിഞ്ഞത്. ഹല്ലേലൂയ മമ്മയെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് കർത്താവ് ഇത്രത്തോളം സൗഖ്യം തന്ന്. അന്ന് ഗോൾഡ് മെഡൽ കിട്ടി. അന്ന് ബാങ്കിലൊക്കെ വന്ന് പ്രൊബേഷണറി ഓഫീസർ, അതായിരുന്നു അന്നത്തെ ഏറ്റവും ആമേൻ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ജോലി. ആമേൻ എനിക്ക് SBIയിൽ കയറണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റിൽ കയറി കർത്താവ് അത് 2 വർഷത്തിനുള്ളിൽ പെർമനന്റ് ആക്കി തരുമെന്ന് മമ്മ പ്രാർത്ഥിച്ച അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. അന്ന് തന്നെ മമ്മ പ്രാർത്ഥിച്ചു ഇത് പെർമനന്റ് ആകുമെന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് പെർമനന്റ് ആക്കി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഷൈനോ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുതിയ രേഖ എഴുതിയാകുന്നു. ആമേൻ ഹല്ലേലൂയ. അതെന്താകുന്നു? നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ദുഷ്ടൻ അവിടെ എഴുതിയിട്ടുണ്ട്. ആ എഴുത്ത് മാറ്റണമെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള ഒരു പവർ വന്നെങ്കിൽ മാത്രമേ ആ എഴുത്ത് മാറ്റുവാൻ കഴിയുകയുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ആ പവർ വേണമെങ്കിൽ ഹല്ലേലൂയ ഈ കൈ കടന്നു ചെല്ലുമ്പോൾ ആ ദുഷ്ടൻ എഴുതിയ രേഖ മാഞ്ഞു പോകണമെങ്കിൽ that hand should have more power than his hand. ആ ഇരുട്ടിന്റെ കൈകളെക്കാളും കൂടുതൽ പവർ വേണം. അതെങ്ങനെയാകുന്നു? ഹല്ലേലൂയ യേശുവേ ദൈവത്തോട് പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഹല്ലേലൂയ തന്നിലിരിക്കുന്ന കുറവുകളെ ഏറ്റു പറഞ്ഞും ഹല്ലേലൂയ യേശുവേ ബ്രഹ്മചര്യം സ്വീകരിച്ചും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് നിന്ന് അല്ലേ ഹല്ലേലൂയ ജീവൻപുത്രി ഒന്ന് മുന്നോട്ട് എടുത്തപ്പോൾ എന്താകുന്നു? ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തുവല്ലോ. മമ്മയിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ദൈവം അനുഗ്രഹിക്കുന്നവൻ അവൻ കൊല്ലുന്നവനല്ല എന്ന്. കാരണം ഞാൻ അറിഞ്ഞത് മനുഷ്യൻ 15 വയസ്സും 10 വയസ്സാവുമ്പോ നല്ലവരെ ദൈവം വിളിക്കുന്നുവെന്ന്. പക്ഷേ അത് തിരുത്തി തന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയാണ് അമ്മ. ആമേൻ ഹല്ലേലൂയ. ആ ഒരു വെട്ടമാവുന്ന ഇങ്ങോട്ട് അടുപ്പിച്ചത് യേശുവേ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് കർത്താവ് ഓരോ കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാകുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടിയിട്ട് തന്നെയാകുന്നു. ആമേൻ ഹല്ലേലൂയ. അന്ന് ലോർഡ്സ് റിങ്ങിന്റെ വിഷയം വന്നപ്പോൾ ശോഭാന്റി, ഞാന് മമ്മ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുക. മമ്മ അവിടെ അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചു, യേശുവേ ഹല്ലേലൂയ യേശുവേ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമേ എന്ന്. ഹല്ലേലൂയ. എല്ലാ JCFD ആലയത്തിലെ മക്കൾ ഓരോരുത്തരും കുറച്ചുമ്പോൾ ഷൈന പറഞ്ഞ സാക്ഷ്യം ഹല്ലേലൂയ ഓരോ മക്കൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അതെന്താണെന്ന് മുന്നോട്ട് എടുക്കുവാൻ തക്കവണ്ണം അല്ലേ ഹല്ലേലൂയ യേശുവേ കർത്താവ് ഒരുക്കി. യേശുവേ ഹല്ലേലൂയ നമ്മളോട് കർത്താവ് ഒരു ദൂത് പറയുമ്പോൾ അത് എത്ര ദിവസമെന്നോ എത്ര ഇയർ എന്നോ എത്ര മാസമെന്നോ നോക്കാതെ യേശുവേ ഒന്ന് മുന്നോട്ട് എടുക്കുവാൻ അന്ന് ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ജീവിതം വരെ അവന് ലോർഡ്സ് റിങ്ങിന് വിടുതൽ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ നിർത്തുമെന്ന് പറഞ്ഞില്ല. എന്റെ ജീവിത അവസാനം വരെ
കർത്താവേ ആമേൻ ഞാൻ ഒരു നേരമേ കഴിക്കുള്ളൂ എന്ന്. ആമേൻ ഹല്ലേലൂയ. അത് എത്ര മാസം എന്ന് I didn't look into the calendar, I didn't look into the watch, I look into the years. ഹല്ലേലൂയ. മുന്നോട്ട് എടുപ്പിക്കുക ചെയ്തത്. ആമേൻ ഹല്ലേലൂയ. ഈശോ എന്തിനു വേണ്ടിയിട്ടാകുന്നു? എന്റെ വിടുതലിനും കൂടെ വേണ്ടിയിട്ടാകുന്നു അല്ലേ? ഹല്ലേലൂയ. I don't have any relationship with Lord's ring. ആമേൻ ഹല്ലേലൂയ. പക്ഷെ എന്താകുന്നു എന്നോട് പറഞ്ഞത്? ഹല്ലേലൂയ. അനേകം കെട്ടുകൾ അഴിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ വെളിച്ചം എന്നിലേക്ക് കടന്നു വന്ന് ഓരോ മക്കളിലേക്ക് കടന്നു വന്ന് മമ്മ ഒന്ന് മുന്നോട്ട് എടുക്കുക ചെയ്തത്. നമ്മൾ ഓരോരുത്തരും എലിസബത്ത് അമ്മ, കൃപാന്തി ഹല്ലേലൂയ ഓരോ മക്കളും ഫാസ്റ്റിംഗ് എന്ന് എടുത്ത് ഹല്ലേലൂയ ജെസിയൊക്കെയാനൊന്ന് മുന്നോട്ട് എടുത്തപ്പോൾ എന്താകുന്നു? കുഞ്ഞിന്റെ കെട്ട് അഴിഞ്ഞു അല്ലേ? ഹല്ലേലൂയ. ദീപാരാജന ഓരോ വിഷയങ്ങളിലൂടെ കടന്നു വരുമ്പോഴെല്ലാം ഹല്ലേലൂയ പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ എന്താകുന്നു? സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമ്മുടെ മക്കളെ മുന്നോട്ടെടുക്കുന്ന ഒരു കാഴ്ച ഹല്ലേലൂയ. കുറച്ചും ജയരാജ് പറഞ്ഞ പോലെ തന്നെ ഹല്ലേലൂയ ജയരാജിന്റെ ഓഫീസിൽ അസുഖങ്ങളൊക്കെ വന്ന ഒരു ലേഡി ഓഫീസർ ആമേൻ ഹല്ലേലൂയ. കാരണം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ആമേൻ ഹല്ലേലൂയ. നമ്മളിരിക്കുന്ന ഇരുടെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിവ്യയുടെ 5 പ്രാവശ്യം കോവിഡ് വന്നത് അല്ലേ? ഹല്ലേലൂയ. അതൊക്കെ വെച്ച് നോക്കിയാൽ ഇന്ന് കർത്താവ് ചോദിച്ചു ഹല്ലേലൂയ നിന്റെ കണ്ണിന് കാഴ്ചയില്ലയോ? 2 കൈയും ഇല്ലയോ? 2 കാലും ഇല്ലയോ? യുവർ ഡൈജഷൻ സിസ്റ്റം ഈസ് ഓക്കെ അല്ലേ? ഹല്ലേലൂയ. നിങ്ങൾ എത്ര നന്ദി പറയണമെന്ന് അല്ലേ? ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എത്രയോ ആമേൻ ഹല്ലേലൂയ ഡീകേ ആയി പോകേണ്ട അവയവങ്ങളായിരുന്നു നമ്മുടെ അകത്ത് ഇരിക്കുന്നത് ഹല്ലേലൂയ. പക്ഷെ അവിടെയെല്ലാം ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അല്ലേ? ഹല്ലേലൂയ. ആ പുതിയ ഹൃദയത്തെ, ആ പുതിയ ആത്മാവിനെ ഹല്ലേലൂയ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ട് തന്നെയാകുന്നു അല്ലേ? ഹല്ലേലൂയ. യേശു ഇത്രത്തോളം കർത്താവ് സൗഖ്യം തന്നത് അല്ലേ? ദീപാരാജന് ഹാർട്ടിന്റെ ഹോൾ ഉണ്ടായിരുന്നു. അവളുടെ 2ാമത്തെ സർജറിക്ക് പോയപ്പോൾ ഹല്ലേലൂയ അവര് ചെന്ന് ഒന്നും കൂടെ നോക്കിയപ്പോൾ ആ ഹാർട്ടിന്റെ ഹോൾ ഇല്ല അവിടെ. ആരാ മാറ്റിയത്? ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആ പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ ഒരു വഴിയിലൂടെ ഒഴുകി. ഏത് വഴിയിലൂടെ? ഈ മമ്മ എന്ന വ്യക്തിയിലൂടെ ഒഴുകി. യേശുവേ ഹല്ലേലൂയ കർത്താവിടെ സൗഖ്യം കൊടുത്തു അല്ലേ? ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ആ ഹാർട്ടിന്റെ ഹോള് അല്ലേ? ഹല്ലേലൂയ കർത്താവ് അടച്ചവിടെ സൗഖ്യം കൊടുത്തു. ആ ഹോള് മാറ്റി കർത്താവിടെ സൗഖ്യം കൊടുത്തു അല്ലേ? ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. എന്റെ കൈ ഒടിഞ്ഞതാ, എല്ല് ആമേ പൊട്ടിയത് ആമേൻ ഹല്ലേലൂയ. ഞാൻ ഈ കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് വന്ന അവസ്ഥയായിരുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു ആ ബാഗിൽ നിന്ന് നീ ആ കൈ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു. ആരാധനയുടെ സമയത്ത് തന്നെ എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ആമേൻ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നു ഇതിനു വേണ്ടിയിട്ട്, പക്ഷേ മമ്മ അതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആ വെളിച്ചത്തെ കർത്താവ് ഒന്ന് പകർന്നു തന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഗ്രഹിക്കണമേ, ഈ സാക്ഷ്യപ്പെട്ടതും നമ്മളാകുന്ന ഇതിന്റെ അകത്ത് വെച്ചില്ല എങ്കിൽ ഹല്ലേലൂയ അത് നശിച്ചു പോകും അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും യേശുവേ ഹല്ലേലൂയ യേശുവേ അതൊന്ന് മനസ്സിലാക്കി എടുത്ത് അല്ലേ? ഹല്ലേലൂയ ദൈവം നമുക്ക് ചെയ്തു തന്നത് എന്ത് എന്ന് നമ്മൾ ഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ഓരോ നിമിഷവും അല്ലേ? ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് പ്രകാരം ഈ ഹ്യൂമൻ ബീയിങ് ഈ സിസ്റ്റം എന്ന് പറയുന്ന നല്ല കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം തന്നെയാകുന്നു അല്ലേ? ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നാൽ മതി. നമ്മുടെ റീബാലജന്റെ നേഴ്സ് ആണല്ലോ അല്ലേ? ഹല്ലേലൂയ. ചെറിയൊരു ബ്ലോക്ക് വന്നാൽ മതി, എവറിത്തിങ് വിൽ ഗോ അല്ലേ? ഹല്ലേലൂയ. ഇത് മുഴുവനായിട്ട് പോകും അല്ലേ? പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്യിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ ഒരു ബ്ലോക്കും കൂടാതെ ദൈവം നമ്മളെ നടത്തുന്നു അല്ലേ? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മ ശക്തി നമ്മളെ ഇന്ന് മുന്നോട്ട് എടുപ്പിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇത് ആർക്ക് മനസ്സിലാകും? കർത്താവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പോകാമായിരുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നിങ്ങളെ വിട്ട് എവിടെ പോകും? നിന്നെ വിട്ട് എവിടെ പോകും? ജീവന്റെ ഉറവ നിന്നിലല്ലയോ ഉള്ളത് അല്ലേ? അതുകൊണ്ട് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ? ഹല്ലേലൂയ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് വിശ്വസിക്കുന്നവന്റെ അല്ലേ? ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ എവിടെ നിന്നാവുന്നു വിടുവിച്ചത് എന്ന് നമ്മളൊന്ന് വിശ്വസിക്കുകയും അല്ലേ? ഹല്ലേലൂയ. അതിന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ അല്ലേ? ഹല്ലേലൂയ ലോർഡ്സ് ആൻഡ് ഇപ്പൊ നല്ല മിടുക്കനായിട്ടൊക്കെ വന്ന് ഡ്രാമയ്ക്കൊക്കെ റെഡി ആയിട്ട് വന്ന് നിപ്പുണ്ട് അല്ലേ? ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം അവന് സൗഖ്യം കൊടുത്തത് യേശുവേ ഹല്ലേലൂയ അവന് ലോർഡ്സ് ഹാൻഡ് എന്ന് പേരിട്ടത് ആമേൻ ഹല്ലേലൂയ. ആ സർജറി ആമേൻ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ അതെല്ലാം ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുക. കാരണം ആരാധനയുടെ സമയത്ത് ഈ വിഷൻ കാണുന്നത് എലിസബത്ത് അമ്മയുടെ അന്ന് എത്രയോ നമ്മുടെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ ആ ഇളുകളെ മാറ്റി കർത്താവിന് നമ്മുടെ ഇവിടെ നിർത്തിയിരിക്കുന്നു ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിത് ഡിലേ ആയി പോകാതെ യേശുവേ ഹല്ലേലൂയ ഇതിന് ഭക്ഷണം ഉണ്ടല്ലോ ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്ന പോലെ തന്നെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ എന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എന്റെ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ ഇന്നും കർത്താവ് നമ്മളെ ഹല്ലേലൂയ ഒരപ്പൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ചിറകിലെടുത്ത് വഹിച്ചില്ലയോ ഹല്ലേലൂയ എന്ന് പറയുന്ന
പറഞ്ഞതുപോലെ ഇന്ന് ആമേ ഡിസംബർ 23 ഹല്ലേലൂയ 2023 ലാസ്റ്റ് ഡേ നമ്മൾ ഇന്ന് കർത്താവ് ഇടത്തോളം ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു അല്ലേ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും യേശു നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കും ഉള്ളത് അല്ലേ ഹല്ലേലൂയ. ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.